ഹായ് ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ 2 ദിവസം സൈലം SSLC ചാനൽ ഇവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കൂളുകളും ട്യൂഷൻ ക്ലാസ്സുകളും ഒക്കെ മാറ്റിവെച്ചതുപോലെ തന്നെ പൂജാ ഹോളിഡേയ്സ് ആണ്. പല കുട്ടികൾക്കും പുസ്തകങ്ങൾ തുറക്കാൻ പാടില്ല. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ SSLC തന്നെയാണ്, പബ്ലിക് എക്സാമുകളൊക്കെ തന്നെയാണ് വരാനുള്ളത്. അപ്പൊ പൂജക്ക് പുസ്തകങ്ങൾ വെച്ച ആളുകളും അതോടൊപ്പം തന്നെ പൂജാ ദിവസങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാനോ എഴുതാനോ ഒന്നും പറ്റാത്ത ആളുകളൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ബോഡിക്കൊക്കെ നല്ല ഫ്രീ ആയിട്ട് കൊടുക്കുക. മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതെ മാക്സിമം റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ എന്ന് പറയുന്ന ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയ ആളുകളാണ്. എന്നാൽ ഈ ഒരു സമയത്തും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റനേകം വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് കൂടി നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഈ ഒരു അവസരം നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. ഒരു കാര്യം മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് സൈലം SSLC എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രഷറും കൂടാതെ SSLCയിൽ ഫുൾ A+ ഉറപ്പ് ഞങ്ങൾ തരികയാണ്. എല്ലാ സബ്ജക്റ്റുകളും കേട്ടോ, എല്ലാ സബ്ജക്റ്റും. ഈവൻ IT അടക്കം നിങ്ങൾക്ക് കൃത്യമായുള്ള പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട മക്കളെ. നിങ്ങളെ ഏത് ലെവലിലേക്ക് എത്ര സൂപ്പർ ആക്കാൻ പറ്റുമോ അത്രയും മാക്സിമം കോണ്ടന്റുകൾ തന്നുകൊണ്ടായിരിക്കും ഞങ്ങൾ എത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, സൈലത്തിന് 2 ചാനലുകളുണ്ട് SSLCക്ക്. SSLC Asthra എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അതോടൊപ്പം തന്നെ സൈലം SSLC എന്ന് പറഞ്ഞ മറ്റൊരു യൂട്യൂബ് ചാനലും. SSLC Asthra എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കോണ്ടന്റുകൾ കൊണ്ടുള്ള ഒരു കൂമ്പാരമായിരിക്കും. അഥവാ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ടോപ്പിക്കുകളുടെ റെക്കോർഡ് വീഡിയോസുകളായിരിക്കും അതിലുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സൈലം SSLC എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ഈ 2 ദിവസം നിങ്ങൾക്ക് പൂജാ ഹോളിഡേയ്സ് ആണ്. ഈ 2 ദിവസങ്ങൾ പഠിക്കേണ്ട ആളുകൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം മക്കളെ. ഈ ഒരു ചാനൽ ഒരു ലോഡ് വീഡിയോസുകളുണ്ട്. അതിൽ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം ഈ പ്ലേലിസ്റ്റ് തന്നെയാണ്. ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ വീഡിയോസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ പൂജാ ഹോളിഡേയ്സിൽ. പിന്നെ അതോടൊപ്പം തന്നെ ആ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടാവും ഏതുവിധ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ലൈവ് എടുക്കുക. ഓക്കെ, ഇതില് ക്രിസ്മസ് എക്സാം ആയിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ്. പബ്ലിക് എക്സാം അല്ല ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മൾ കാലെടുത്ത് വെക്കാൻ. ചില കുട്ടികളുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാല് വെച്ച് അടുത്ത കാല് മേലോട്ടായിരിക്കും. അത് പാടില്ല. അതൊന്നും കിട്ടിയില്ലല്ലേ മക്കളെ. ഞാൻ പറയുന്നത് ഇതാണ്, ഓണം എക്സാം ഞാൻ 4 സ്റ്റെപ്പ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പബ്ലിക് എക്സാമിലേക്ക് നിങ്ങൾക്ക് 4 സ്റ്റെപ്പുകളാണ്. അതിൽ ഒന്നാമത്തത് നിങ്ങളുടെ ഓണം എക്സാം ആണ്. പല കുട്ടികളും ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ പാളിച്ച വന്നിട്ടാവും. ഒരു ടെൻഷൻ വേണ്ട, ഒരു പേടിയും വേണ്ട. ക്രിസ്മസ് എക്സാമിന് ചില കുട്ടികൾക്ക് പാളിച്ചവരും ഒരു ടെൻഷനും വേണ്ട. കാരണം അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ട്രൈ ചെയ്യുക. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങളെ കൊണ്ട് ഏത് രീതിയിലൊക്കെ പഠിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുക. 2ാമത്തെ സ്റ്റെപ്പ് മാക്സിമം അടിപൊളിയാവാൻ ശ്രമിക്കുക. അപ്പൊ 2ാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ക്രിസ്മസ് എക്സാം ആണ്. 3ാമത്തെ സ്റ്റെപ്പ് മോഡൽ എക്സാം. 4ാമത്തെ സ്റ്റെപ്പാണ് പബ്ലിക് എക്സാം. ആ പബ്ലിക് എക്സാമിൽ ഒരു ചുവട് പോലും നിങ്ങൾക്ക് പിഴക്കാൻ പാടില്ല. ബാക്കിയുള്ള 3 എക്സാമുകളിലും നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരം തെറ്റുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും മാക്സിമം തെറ്റുകൾ വരുത്തുകയും ആ തെറ്റുകൾ നമ്മൾ തിരുത്തിക്കൊണ്ടാണ് പബ്ലിക് എക്സാമിലേക്ക് പോവേണ്ടത്. മക്കളെ, പബ്ലിക് എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഒറ്റ സബ്ജക്ട് വെച്ച് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ബാക്കി സബ്ജക്റ്റ് ഒക്കെ ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. മാത്തമാറ്റിക്സ്, ഞാൻ എടുക്കുന്ന സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഒട്ടുമിക്ക കുട്ടികൾക്കും A+ നഷ്ടപ്പെടുന്ന സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും അതിനൊക്കെ മുമ്പത്തെ വർഷവും ഏറ്റവും കുറവ് കുട്ടികൾക്ക് A+ കിട്ടിയത് മാത്സ് തന്നെയാണ്. പക്ഷെ അവിടെയും 1,00,000 അല്ലെങ്കിൽ 93,000-ഓളം കുട്ടികൾ 2022 2023 മാത്സിൽ A+ നേടിയിട്ടുണ്ട്. സൈലത്തിന്റെ ക്ലാസ് കണ്ട ഒരുവിധം എല്ലാവർക്കും A+ കൃത്യമായിട്ട് ഫോളോ ചെയ്തോട്ട് കിട്ടും. ലാസ്റ്റ് വന്ന് കണ്ട ആളുകൾ എന്ന് ഞാൻ പറയുന്നില്ല, കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒട്ടുമിക്ക കുട്ടികൾക്കും A+ കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമാണ്. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മക്കളെ, മാത്സിൽ വെച്ച എക്സാമ്പിൾ പറയാം. മാത്സ് 3 ടൈപ്പ് ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 ചാപ്റ്റർ, പിന്നത്തെ 4 ചാപ്റ്റർ, പിന്നത്തെ 3 ചാപ്റ്റർ. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം വരുന്നത്. അതായത് ആദ്യത്തെ 4 ചാപ്റ്റർ നിങ്ങൾക്ക് ഓണം എക്സാമിനാണെങ്കിൽ പിന്നത്തെ 4 ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിനാണ്. പിന്നത്തെ 3 ചാപ്റ്റർ നിങ്ങൾക്ക് പബ്ലിക് എക്സാം മോഡൽ എക്സാമിനേക്കാണ് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓണം എക്സാമിന്റെ പോർഷൻസ് ഇപ്പൊ പഠിക്കേണ്ട. പറഞ്ഞ മനസ്സിലാവും. ആ 4ാമത്തെ ചാപ്റ്റർ കുറച്ച് ഭാഗം നമ്മൾ പഠിക്കാണ്ട് നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യും. ഓണം എക്സാമിന്റെ പോർഷൻസ് നിങ്ങൾ ഇപ്പൊ പഠിക്കണം. നിങ്ങൾ ആ ഭാഗത്ത് ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിന്റെ സിലബസുകളാണ്. ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അത് ഏതാണെന്ന് അറിയാത്ത കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസുകൾ ഓരോ സബ്ജക്റ്റും ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ക്രിസ്മസ് എക്സാമിന് എത്ര സബ്ജക്റ്റുകൾ ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഓർഡറിൽ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ക്രിസ്മസ് എക്സാം നിങ്ങൾ താഴോട്ട് ഇങ്ങനെ ലൈവുകൾ കണ്ടു പോവുകയാണെങ്കിൽ, ലൈവുകൾ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്,
ഏകദേശം ഇവിടെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം അവസാനിക്കുന്നത്. ക്രിസ്മസ് എക്സാം അവസാനിച്ചതിന് ശേഷം നമ്മുടെ ലൈവുകൾ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതി ഇത് കെമിസ്ട്രി ഇത് നമ്മുടെ മാത്തമാറ്റിക്സ് ആണ്, ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രി ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ, അതിനുശേഷമുള്ള ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിന്റെ പാർട്ട് 1 ആണ്. കൃത്യമായിട്ട് ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ടാവുക, ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അതുപോലെ യാതൊരു സംശയം വേണ്ട മക്കളെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരുപാട് അതിന്റെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിനക്ക് കമന്റ്സുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. യെസ് sir, I am Arjun. I got 42 out of 80. This is C+ grade, but I am happy because in the case of Nyanth standard, I cannot pass the max exam. Proud of Xylem and thank you a lot effort. Thank you so much. ഈ ഒറ്റ മെസ്സേജ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യും. 642 കുട്ടികൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ 80-ൽ 42 മാർക്ക് കുട്ടി സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ട്? ആ കുട്ടി 9ാം ക്ലാസ്സിൽ അത്രയും പാസ് പോലും ആവാത്ത കുട്ടി ഓണം എക്സാം, അതിനുശേഷം 9ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിന് ശേഷം ആ കുട്ടി ആദ്യത്തെ എക്സാം ആണിത്. 42 മാർക്ക് വാങ്ങി. ഉറപ്പിച്ചോളൂ, ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ കുട്ടി ക്രിസ്മസ് എക്സാമിന് മിനിമം ഒരു 60 മാർക്കെങ്കിലും എത്തിക്കും മിനിമം മാത്സിൽ. അതിനുശേഷത്തെ മോഡൽ എക്സാം ആ കുട്ടി 72 മാർക്ക് വാങ്ങും, A+ വാങ്ങും. അതിനുശേഷത്തെ മെയിൻ എക്സാമിലേക്ക് ആ കുട്ടി 80 മാർക്ക് വാങ്ങും. ഇതാണ് ഓർഡർ. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതായത് ക്രിസ്മസ് എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ ഓൺ എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് എങ്ങനെ വാങ്ങണം, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, പബ്ലിക് എക്സാം ആണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള സ്റ്റെപ്പാണ് ക്രിസ്മസ് എക്സാം. ഒരു ബസ് സ്റ്റോപ്പുകളാണ്. നമ്മളിപ്പം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ കോഴിക്കോട് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വരെ പറന്ന് തിരുവനന്തപുരത്തേക്കല്ല എത്തുന്നത്. അത് തൃശ്ശൂർ ഓർഡർ ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെ സ്റ്റെപ്പായിട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. മാക്സിമം ട്രൈ ചെയ്യുക. നമ്മുടെ ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത്. നമ്മൾ ആദ്യം എന്തായിരുന്നു, അതിനുശേഷം ക്രിസ്മസ് എക്സാമിന് ഞാൻ എന്തായി, സൈലം ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഞാൻ എന്തായി. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന പല കുട്ടികളും ചിലപ്പോൾ സൈലം ക്ലാസ്സുകൾ കാണാത്തവരായിരിക്കും. ഈ നിമിഷം മുതൽ നിങ്ങൾ സൈലം ക്ലാസ്സുകൾ കാണുക. ഈ നിമിഷം മുതൽ നിങ്ങൾ സൈലം ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഏത് ഗ്രേഡിലാണുള്ളത് എഴുതി വെച്ചോളൂ മക്കളെ. അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും പോകുന്നുള്ളതാണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ ഗ്രോത്തിനെ അനലൈസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ സമാധാനത്തോടു കൂടി എഴുതേണ്ടത്. എത്ര മാർക്ക് കുറഞ്ഞു പോയാലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മാത്രം മതി നിങ്ങളുടെ ടെൻഷൻ ഇല്ലാതാക്കാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതേപോലെ എല്ലാം നിങ്ങൾ ഉപയോഗിക്കാം. ഈ 2 ദിവസങ്ങൾ നിങ്ങൾ എന്താക്കുക, മാക്സിമം നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ട്രിഗണോമെട്രി അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും, ട്രിഗണോമെട്രി മാത്രമല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ കിട്ടും എന്നുള്ളതാണ്. ലൈവുകൾ നിങ്ങൾക്ക് താഴോട്ട് പോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാത്സ്, സോഷ്യൽ സയൻസ്, എല്ലാ സബ്ജക്റ്റും, ബയോളജി, എല്ലാ സബ്ജക്റ്റുകളും കിട്ടും. അതേപോലെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി. അപ്പം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക. ഈ 2 ദിവസം നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള സബ്ജക്റ്റ് മാക്സിമം പറ്റുകയാണെങ്കിൽ 1-2 സബ്ജക്റ്റുകൾ. ഫോർ എക്സാമ്പിൾ മാത്സിൽ ഞാൻ ട്രിഗണോമെട്രി കഴിഞ്ഞു, അതോടൊപ്പം തന്നെ കോർഡിനേറ്റ്സ് കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ടാൻജൻസ്, ഈ 3 ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ ഈ 2 ദിവസം മാത്സിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ആ 3 സബ്ജക്റ്റുകൾ പഠിക്കുക കൃത്യമായിട്ട്. സോറി, ആ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞടാ. പിന്നെ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഈ 2 ദിവസം നിങ്ങൾ ഇരുന്നാൽ ട്രിഗണോമെട്രിക്ക് ഒരു 5 മണിക്കൂർ, ടാൻജൻസിന് ഒരു 3 മണിക്കൂർ, കോർഡിനേറ്റ്സിന് ഒരു 4-5 മണിക്കൂർ, മൊത്തം ഒരു 10 മണിക്കൂർ മതി 2 ദിവസത്തിന്റെ ഇടയിൽ. ഒരു സബ്ജക്ട് തന്നെ ക്രിസ്മസ് എക്സാമിന്റെ കഴിഞ്ഞു. ഇതിന് വലിയ സന്തോഷമാണോ? ഇതേപോലെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇനിയിപ്പോ മാത്സ് അല്ല വേണ്ടത്, ഒരു കുട്ടിക്ക് സോഷ്യൽ സയൻസ് ആണ് വേണ്ടത്, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കാം. കെമിസ്ട്രി ആണ് വേണ്ടത്, ആ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കാം. എല്ലാത്തിനും നിങ്ങൾക്ക് 3-4 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററുകളും ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഇത്ര ഉള്ളൂ പഠിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ക്രിസ്മസ് എക്സാമിനൊന്നും ഒരു ലോഡ് പഠിക്കാനൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ മാത്രമേ ഉള്ളൂ മക്കളെ. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. മാക്സിമം ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക. എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തന്നെ വേണം. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കുകളും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും തന്നെയാണ് ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ SSLC ഫുൾ A+ നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളോടൊപ്പം കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, Xylem ലേണിംഗ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.